ഇറാൻ രണ്ടാം ഘട്ട സമാധാന ചർച്ചകൾ പരാജയപ്പെടാൻ സാധ്യത. അമേരിക്കൻ സംഘം ഇസ്ലാമാബാദിലേക്ക് തിരിച്ചെങ്കിലും ഇറാൻ സന്നദ്ധത അറിയിച്ചിട്ടില്ല. ഇറാനിയൻ കപ്പൽ ആക്രമിച്ച് പിടിച്ചെടുത്തതാണ് ചർച്ചകൾ സുലാസിലാകാൻ കാരണം. ഇതോടെ തങ്ങൾ പിന്മാറുന്നതായും യുദ്ധത്തിൽ തയ്യാറാകണമെന്നും ഇറാൻ വ്യക്തമാക്കി. ഇതിനിടെ അമേരിക്കയ്ക്ക് സ്വീകാര്യമായ ഒരു കരാറിൽ എത്തിച്ചേരാൻ തയ്യാറായില്ലെങ്കിൽ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് ഭീഷണി മുഴക്കി. ലെബനനിൽ വെടിനിർത്തൽ നിൽക്കുമ്പോഴും സംഘർഷം അവിടെയും തുടരുകയാണ്. ഇസ്രായേലിന്റെ ആക്രമണം ലെബനനിൽ പല സ്ഥലങ്ങളും ഉണ്ടാകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ മറ്റന്നാളാണ്, ബുധനാഴ്ചയാണ് ഇസ്ലാമാബാദിൽ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ചർച്ച നടക്കേണ്ടത്. പക്ഷേ ഇറാൻ പങ്കെടുക്കാത്ത ഒരു ചർച്ചയ്ക്ക് ഒരടിസ്ഥാനവുമില്ല, ഒരു കാര്യവുമില്ല. മറ്റൊന്ന്, അമേരിക്കയും കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ട്. ഇറാന്റെ കപ്പലടക്കം പിടിച്ചെടുക്കുന്നുണ്ട്. ലെബനിലേക്ക് ഇസ്രായേലിന്റെ ആക്രമണമുണ്ട്. അങ്ങനെ ആകപ്പാടെ വഷളാണ് ലോക സാഹചര്യങ്ങൾ. പാകിസ്ഥാനിലെ ചർച്ചകൾ അത് പൂർണ്ണമായിട്ടും ഏതാണ്ട് അനിശ്ചിതത്വത്തിൽ തന്നെ ആയിരിക്കുകയാണ്. കാരണം അമേരിക്കൻ സംഘം ഇതിനോടകം തന്നെ യുഎസിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പാകിസ്ഥാനിൽ ഇപ്പോൾ എത്തിച്ചേരാൻ പോകുന്നത്. ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളെ പുലർച്ചെയോടെ സംഘം പാകിസ്ഥാനിൽ എത്തുമെന്നാണ് നമുക്ക് വിവരമുള്ളത്. എന്നാൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രതിനിധികളെ അയക്കുമെന്ന് അവർ യാതൊരു സ്ഥിരീകരണവും നടത്തിയിട്ടില്ല. ചില ഇറാനിയൻ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പലരും ഇത്തരത്തിൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയതായി അറിയിക്കുന്നതായിട്ടാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പറയുന്നത് തങ്ങൾ ചർച്ചയിൽ നിന്ന് പിന്മാറുന്നു, ഇനിയൊരു ചർച്ചയ്ക്ക് തങ്ങൾ സന്നദ്ധരല്ല. പാകിസ്ഥാനിലുള്ള ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ അതിന് US ആണ് ഉത്തരവാദികൾ എന്നെല്ലാമാണ് അബ്ബാസ് അറക്ചിയുടെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവന വരുന്നത്. അതുപോലെ IRGC തങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ ഇത്രയധികം വഷളാകാൻ കാരണം US ഇറാന്റെ ചരക്ക് കപ്പൽ പിടിച്ചെടുത്തത് തന്നെയാണ്. ഇറാന്റെ ഏതാണ്ട് 900 അടി നീളമുള്ള കൂറ്റൻ ചരക്ക് കപ്പൽ തന്നെയാണ് US കഴിഞ്ഞ ദിവസം ഹോർമുസ് കടലിടുക്കിൽ വെച്ച് പിടിച്ചെടുത്തത്. ഗൾഫ് ഓഫ് ഒമാൻ വഴി ഹോർമുസ് കടക്കാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു ഈ ഒരു കപ്പൽ US പിടിച്ചെടുത്തത്. ട്രംപ് തന്നെ ഇക്കാര്യം ട്രൂ സോഷ്യൽ വഴി വെളിപ്പെടുത്തുകയായിരുന്നു. ട്രംപ് അവകാശപ്പെടുന്നത് ഈ ഒരു കപ്പൽ ഹോർമുസ് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. അതുകൊണ്ട് തങ്ങളുടെ സെൻട്രൽ കമാൻഡ് ഫോഴ്സ് ഈ കപ്പലിന് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് നൽകി ഹോർമുസ് കടക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. എന്നാൽ അവർ അതിന് സന്നദ്ധരായിരുന്നില്ല. എന്നിട്ടും തുടർന്നും ഹോർമുസ് കടക്കാൻ ശ്രമിച്ചു. ഇതിനെ തുടർന്നാണ് തങ്ങൾ ഈ കപ്പലിലേക്ക് ആക്രമണം നടത്തി അത് പിടിച്ചെടുത്തത് എന്നാണ് ട്രംപ് പറയുന്നത്. ഈ ചരക്ക് കപ്പലിന്റെ എഞ്ചിൻ റൂം അടക്കം തകർത്തുകൊണ്ടാണ് നിലവിൽ ഈ കപ്പൽ US കസ്റ്റഡിയിലുള്ളത്. കപ്പലിൽ വിശദ പരിശോധന നടത്തുമെന്നും ട്രംപ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ട്രംപിന്റെ മറ്റൊരു ഭീഷണി പോസ്റ്റ് കൂടി ട്രൂ സോഷ്യലിലുണ്ട്. അതായത് ട്രംപ് വ്യക്തമാക്കുന്നത് ഇറാൻ US-ന് സ്വീകാര്യമായിട്ടുള്ള ഒരു കരാറിൽ എത്തിച്ചേർന്നില്ലെങ്കിൽ ഇറാനിലുള്ള പവർ പ്ലാന്റുകളും പാലങ്ങളും ആക്രമിക്കും എന്നതാണ് ട്രംപിന്റെ ഒരു ഭീഷണി എന്ന് പറയുന്നത്. ഈ പോസ്റ്റിനോടൊപ്പം US-ന്റെ നയതന്ത്ര ഉദ്യോഗസ്ഥരെ, അതായത് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയച്ചിട്ടുണ്ടെന്ന് ട്രംപ് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇറാന്റെ ഭാഗത്ത് നിന്ന് ചർച്ചയെ സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ഉണ്ടാകുന്നില്ല. ഈ കപ്പൽ ആക്രമിക്കപ്പെട്ടതിൻ്റെ ഒരു ദേഷ്യത്തിൽ ഈ ചർച്ചയിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങളാണ് ഇറാനിൽ നിന്നുണ്ടാകുന്നത്. അതേസമയം ലെബനനിൽ ഇപ്പോഴും ഈ ആക്രമണങ്ങൾ തുടരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. 10 ദിവസത്തെ വെടിനിർത്തൽ നിലനിൽക്കുമ്പോഴാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാകുന്നത്. മേഖലയിൽ ആദ്യം ഒരു വെടിനിർത്തൽ കരാറിൽ ലംഘനമുണ്ടാക്കിയത് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നാണ്. ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തിരിച്ചാക്രമണം ഉണ്ടാകുന്നു. തുടർന്ന് ഇസ്രായേലിന്റെ 2 സൈനികരും അതുപോലെ UN പീസ് കീപ്പിംഗ് മിഷന്റെ ഭാഗത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു ഫ്രഞ്ച് സൈനികനും കൊല്ലപ്പെട്ടു. അങ്ങനെ ഇന്ന് മേഖലയിൽ സംഘർഷം അത് കൂടുതൽ കടുത്തിരിക്കുകയാണ്. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചടികൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ നാളെ നടക്കാനിരിക്കുന്ന ലെബനൻ ഇസ്രായേൽ ചർച്ചയും ഒരു അനിശ്ചിതത്വത്തിലാണ്. ഹിസ്ബുള്ള ശക്തമായി തിരിച്ചടിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരു സമാധാന കരാർ ഉണ്ടാകുമോ എന്നതും ചോദ്യചിഹ്നമാണ്. അപ്പോഴും അജയ്, ഈ പാകിസ്ഥാൻ നേതൃത്വത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ പുരോഗമിക്കുന്നുണ്ട്. ഇറാൻ പ്രധാനമന്ത്രി അടക്കം വിളിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ചർച്ചയ്ക്ക് വരണമെന്ന ആവശ്യമാണ് സ്വാഭാവികമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. റഷ്യയുടെ മധ്യസ്ഥതയൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഇറാൻ പാർലമെന്റ് പോലും ഈ ഹോർമുസുമായി ബന്ധപ്പെട്ട് ഒരു നിയമം പാസ്സാക്കാൻ ഒരുങ്ങുന്നു. ഇസ്രായേൽ കപ്പലുകളെ അടക്കം കടത്തിവിടില്ല എന്ന് പറഞ്ഞ്. അത് ഇനിയും കൂടുതൽ പ്രകോപനമുണ്ടാക്കാനല്ലേ സഹായിക്കൂ. 22-ന് ശേഷം എന്ത് സംഭവിക്കുമെന്നുള്ളതല്ലേ ഇപ്പോൾ ആശങ്കയായി ഉള്ളത്?
തീർച്ചയായിട്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള മുൻ ധാരണ അനുസരിച്ച് വെടിനിർത്തലിൻ്റെ കാലയളവ് അവസാനിക്കുന്നത് ഈ വരുന്ന ബുധനാഴ്ചയാണ്. അതിനുശേഷം എന്ത് എന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഈ ചർച്ചകൾ എന്ന് നടക്കും എന്നതിനെ സംബന്ധിച്ചും ഇപ്പോൾ ഒരു കൃത്യമായ സ്ഥിരീകരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ആദ്യഘട്ടത്തിൽ ഈ ചർച്ചകൾ എന്ന് നടക്കുമെന്നതിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ കൃത്യമായ ഒരു തീയതി പറഞ്ഞിരുന്നു. അന്ന് തന്നെ ചർച്ചകൾ ആരംഭിക്കുകയടക്കം ചെയ്തിരുന്നു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാൻ കൃത്യമായി ഒരു തീയതിയും ഇക്കാര്യത്തിൽ അനൗൺസ് ചെയ്യുന്നില്ല എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിനിടെയാണ് ഇപ്പോൾ സമുദ്രത്തിൽ ഇറാന്റെ കപ്പലിന് നേരെ നടന്നിട്ടുള്ള ഈ ആക്രമണം അതിൽ പ്രതികരിച്ചുകൊണ്ട് ഇറാൻ തങ്ങളുടെ പാർലമെന്റിൽ കൂടുതൽ നിയമങ്ങളടക്കം പാസാക്കാൻ പോകുന്നത്. ഈ നിയമം വഴി ഇസ്രായേൽ കപ്പലുകളെ ഹോർമുസിൽ പൂർണ്ണമായി നിരോധിക്കാനാണ് ഇറാനിയൻ നീക്കം. മാത്രമല്ല ശത്രുക്കളുടെ എല്ലാ കപ്പലുകൾക്കും ഈ പാർലമെന്റിന്റെ പ്രത്യേക പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഹോർമുസ് കടക്കാൻ സാധിക്കൂ എന്നും ഈ പുതിയ നിയമം അനുസരിച്ച് പുതിയ നിയമം പാസാക്കുന്നതിലൂടെ ഇറാൻ ലക്ഷ്യമിടുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ സമുദ്രം കേന്ദ്രീകരിച്ചുള്ള ഒരു സംഘർഷം തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഈ ഹോർമുസ് കടലിടുക്കിലുള്ള US ഉപരോധം അവസാനിപ്പിക്കാത്തത് കാരണം തന്നെയാണ് ഇറാൻ മേഖലയിൽ കൂടുതൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയും ഹോർമുസ് പൂർണ്ണമായി അടയ്ക്കുകയും ചെയ്തത്. അതുപോലെ ഈ വെടിനിർത്തൽ ലംഘിച്ചു എന്നുള്ള ആരോപണം ഇറാനെതിരെ അമേരിക്ക ഉന്നയിക്കുന്നുണ്ട്, അമേരിക്കയ്ക്കെതിരെ ഇറാനും ഉന്നയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ പരസ്പരം പഴിചാരുന്ന ഒരവസ്ഥ കൂടി ഇപ്പോൾ സജീവമായി തന്നെ കാണാൻ സാധിക്കും. ഫ്രഞ്ച് അതുപോലെ തന്നെ UK കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്തുകൊണ്ട് ഇറാൻ വെടിനിർത്തൽ ലംഘിച്ചു എന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ അമേരിക്കൻ ഉപരോധത്തിലൂടെയും തങ്ങളുടെ കപ്പൽ ആക്രമിച്ചതിലൂടെയും അമേരിക്കയാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതെന്നാണ് ഇറാന്റെ ഒരു വാദമെന്ന് പറയുന്നത്. ഇത്തരത്തിൽ തർക്കം സജീവമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. ഹോർമുസിന്റെ ഭാഗത്തു നിന്നുള്ള വ്യവസ്ഥകൾ ലംഘിക്കപ്പെട്ടു. ഈ ആണവ കരാർ സംബന്ധിച്ചുള്ള ഒരു സമവായം എത്തിയതുമില്ല. ലെബനന് നേരെ ഉള്ള ഒരു ആക്രമണം അത് ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥയായിരുന്നു. അപ്പോൾ ലെബനന് നേരെ ആക്രമണം ഉണ്ടായതോടെ ഈ വ്യവസ്ഥയും തെറ്റിക്കപ്പെട്ടു. അപ്പോൾ ഇത്തരത്തിൽ സംഘർഷം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ചർച്ചയുണ്ടാകുമോ എന്നുള്ളതിലൊരു നേരിയ സാധ്യത മാത്രമേ ഉള്ളൂ. എന്തായാലും മറ്റന്നാളാണ് ഈ വെടിനിർത്തലിന്റെ കാലയളവ് അവസാനിക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം വ്യാപിക്കുകയാണ്. ഇരു രാജ്യങ്ങളും അമേരിക്കയും ഇറാനും പ്രകോപനവുമായി രംഗത്തുണ്ട്. ഏത് തലത്തിലേക്ക് ഇത് മാറും എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.